ഹലോ ഗൈസ്, അപ്പോൾ ഏതോ ജന്മകൽപ്പനയിൽ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വെച്ചാൽ ശ്യാമ അഞ്ജലിയെ വിളിച്ചിട്ട് പറയുകയാണ്, നിൻ്റെ മാല കിട്ടിയോ, എവിടെയായിരുന്നു നിൻ്റെ മാല? അപ്പോൾ അഞ്ജലി പറയും, മാലയൊക്കെ കിട്ടി ശ്യാമേട്ട. അതൊരു വലിയൊരു ട്രാജഡി ആയിരുന്നു. രാമേട്ടനാണെങ്കിൽ അവിടെ താഴെ കിടന്ന് കിട്ടി, അങ്ങനെ രാമേട്ടനാണ് കൊണ്ട് തന്നത്. പക്ഷേ അതെനിക്ക് എങ്ങനെ അവിടെ വന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പം ശ്യാം പറയുന്നു, അയ്യോ അതെങ്ങനെ അവിടെ വന്നത്, ഇനി ശ്രുതിയെങ്ങാണോ അവിടെ എടുത്തിട്ടത് അങ്ങനെ ചോദിക്കും. അന്നേരം അഞ്ജലി പറയും, അയ്യോ ശ്യാമേട്ട അങ്ങനെയൊന്നും പറയല്ലേ, മനോരമ ആൻറ്റിക്ക് ഇതുപോലെ ഒരു അബദ്ധം പറ്റി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ കുട്ടിയെ ഒരുപാട് ആക്ഷേപിച്ചു. പക്ഷെ ആ കുട്ടിയല്ല എടുത്തത്. അതിനിടയ്ക്ക് ഞാൻ ആ മാല നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശിയും ലാവണ്യയും കൂടെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഞാനത് നോക്കാൻ പോയപ്പോൾ ആ ഇടയ്ക്കെങ്ങാണ്ടാണ് അത് വീണ് പോയത്. അപ്പോൾ ആ കുട്ടിയല്ല അത് എടുത്തത്, എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയതാണ്. അപ്പോൾ അങ്ങനെ ശ്യാമ അത് കേൾക്കുമ്പം ദേഷ്യപ്പെട്ട്, അവൻ എന്തിനാ അതൊക്കെ ചെയ്തത്, അത്രയും കഷ്ടപ്പെട്ടിട്ടും അതൊന്നും നടന്നില്ലല്ലോ എന്നുള്ള ഇങ്ങനെ വിചാരിക്കും. എന്നിട്ട് ASRനോട് പറയും, ASR പ്ലീസ് ഈ ചായ ഒന്ന് പിടിച്ചേ, ഈ ഷോളൊന്ന് എൻ്റെ തലയിൽ കൂടെ ഒന്ന് ഇടാവോ ASR പ്ലീസ് പ്ലീസ് എന്ന്. അന്നേരം അശ്വിന് മനസ്സിലാകും ഇത് എന്തായിരുന്നു ശ്രുതി പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അവന് ദേഷ്യം വരും. എന്നിട്ട് ആ ഷോള് വലിച്ചെടുത്തിട്ട് ഒറ്റയേറ് വെച്ച് കൊടുക്കുമ്പോൾ അത് നേരെ ശ്രുതിയുടെ തലയിലോട്ടാണ് വന്ന് വീഴുന്നത്. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു മ്യൂസിക് വരും, നമ്മുടെ പ്രഭാവേ എന്നുള്ള മ്യൂസിക് വരും, നമ്മുടെ അർണവിൻ്റെയും ഖുഷിയുടെയും. അപ്പോൾ അങ്ങനെ കുറച്ചൊരു 30 സെക്കൻഡ്സ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു പ്ലാൻ അവിടെ അങ്ങനെ ഫ്ലോപ്പ് ആവണം. അപ്പോൾ വിഷമിച്ച് ലാവണ്യ വന്ന് റൂമിൽ വന്നിരിക്കുക. അതിൻ്റെ പുറകിൽ ശ്രുതിയും വരും. അന്നേരം പറയും, നമ്മുടെ കയ്യിൽ ഇനി ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. അപ്പം ലാവണ്യ ചോദിക്കും, നിനക്കാരും ബോയ് ഫ്രണ്ട്സ് ആരുമില്ലേ? അന്നേരം ആദ്യം ശ്രുതി പറയും, അയ്യോ എനിക്ക് ബോയ് ഫ്രണ്ട് ആരുമില്ല, അങ്ങനെ ആരുമില്ല. അന്നേരം ലാവണ്യ പിന്നെയും ചോദിക്കും, പറയും, അത് എനിക്കൊരാളെ ഇഷ്ടമുണ്ട്, അതാരാന്ന് ചോദിക്കുമ്പം ശ്രുതി പറയും, അത് ലാലേട്ടനാണ്, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ലാലേട്ടൻ. അന്നേരം ലാവണ്യയുടെ ടെൻഷനെല്ലാം മാറി ലാവണ്യ ചിരിക്കും. അപ്പം ശ്രുതി ചോദിക്കും, ടെൻഷൻ ഇപ്പോൾ കുറച്ചൊന്നും മാറിയില്ലേ, ബാക്കിയും കൂടെ മാറാൻ ഇപ്പോൾ ഒരു കാര്യം കാണിച്ചിട്ടാണ്. അവരൊരു മ്യൂസിക് ഇടും. എന്നിട്ട് രണ്ടുപേരോട് ഡാൻസ് കളിക്കും. ഡാൻസ് കളിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ASR നമ്മുടെ അശ്വിന് അവിടെ കയറി വരും. എന്നിട്ട് അവർ രണ്ടുപേരെയും വഴക്ക് പറയും. എന്നിട്ട് ലാവണ്യ ചോദിക്കും, നീ എന്ത് ഈ ഫാൻസി ഡ്രസ്സ് ഇട്ടേക്കുന്നത്, എന്നിട്ട് എന്ത് ചന്ത ഡാൻസാണ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വഴക്ക് പറയും. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ഒരു കോൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പെട്ടെന്ന് അമ്മായി പറയും, നീ പെട്ടെന്ന് വീട്ടിൽ വാ, ഭയങ്കര അർജൻറ്റാണ്, പെട്ടെന്ന് വാ. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പിന്നെ ഇറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ലാവണ്യയെ വീണ്ടും ASR വഴക്ക് പറയും, അങ്ങനെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ശ്രുതി പെട്ടെന്ന് വീട്ടിലെത്തുകയാണ് ചെയ്യുന്നത്. വീട്ടിലെത്തിയിട്ട് ശ്രുതി ശ്യാമിനോട് ചോദിക്കും, എന്താ സാർ, എന്താ പറ്റിയത്, എന്നോട് പെട്ടെന്ന് പറ. അപ്പം ശ്യാം പറയും, ഞാൻ പറ്റിയ കാര്യം പറയാൻ, നീ എന്തായിരുന്നു സന്തോഷം കൊണ്ട് എന്തെങ്കിലും ചിലപ്പം ചെയ്തു പോകും, അങ്ങനെയൊന്നും ചെയ്യരുത്, പെട്ടെന്ന് അകത്ത് പോയി നോക്കാം ആരാ വന്നതെന്ന്. ശ്രുതി അകത്ത് പോയി നോക്കുമ്പം അച്ഛനും അമ്മയാണ് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് അവൾ ഒരുപാട് അങ്ങ് സന്തോഷിക്കും. എന്നിട്ട് അമ്മയോട് ചോദിക്കും, എന്താ അമ്മായി എന്നോട് ഇത് പറയാഞ്ഞത്, എന്താ പ്രീതി ചേച്ചി എന്നോട് പറയുന്നത്? അപ്പോൾ പറയും, ശ്യാമാണ് അവരെ വിളിച്ച് വരുത്തിയത്, ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എന്നിട്ട് അമ്മായി പറയും, ടിക്കറ്റ് എടുത്തതും വിളിച്ചുകൊണ്ട് വന്നതും എല്ലാം ശ്യാമാണ്, ഇതൊന്നും ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല, ശ്യാമാണ് ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത്, അച്ഛനും അമ്മയും വരാൻ കാരണം ശ്യാമാണെന്ന്. അപ്പോൾ ശ്യാം ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് പിന്നെ എപ്പിസോഡിൻ്റെ എൻഡിൽ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ്